പ്രസവത്തെ സംബന്ധിച്ച് ഇത്തരം ചർച്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എൻ്റെ അമ്മായിമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ 12 പ്രസവിച്ച ആളാണ് അമ്മായിമ്മ. അമ്മായിമ്മ പറയാറുണ്ട് അവർ മറ്റേ ജന്മി പാട്ടം വരുന്ന വീട്ടിലത്തെയാണ്. പാട്ടം അളന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസവവേദന വന്നു. ഞാൻ പറ വേറൊരാളുടെ കൊടുത്തു. ഞാൻ പോയി ഇതേമാതിരി അകത്ത് പോയി ആളെ വിളിച്ച് പ്രസവിച്ചു. ഇതൊക്കെ നാട്ടിലൊരു ടോക്കൺ. ഇതൊക്കെ ഇത്ര വലിയൊരു ഗൗരവ വിഷയമായിട്ടോ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടോ എടുക്കണം? പ്രസവം ലഘുവായി നടത്തുന്ന സ്ത്രീകൾ ഉണ്ടാവാം. ക്ഷേത്ര കമ്മിറ്റിയുടെ ടീച്ചറെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഇതൊന്നും കുഴപ്പമില്ല. ഇപ്പം ഞാൻ വിമർശനത്തിന് അതീതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. ക്രിസ്തീയ ഗാനങ്ങൾ പാടുന്നത് അത്ര വലിയ തെറ്റാണ് ശരിക്കും അമ്പലങ്ങളിൽ? കുറിക്കുന്നത് കുറിക്കല്യാണത്തിന് ഉണ്ടത്. പാലക്കാട് മണ്ഡലത്തിലെ ഒരു ഉരുക്ക് വനിത, BJP അല്ലെങ്കിൽ NDA സഖ്യത്തിൻ്റെ ഉരുക്ക് വനിത എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളുണ്ടായി. എനിക്ക് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം ഇത്ര ശുദ്ധമായില്ല. മുമ്പൊരിക്കൽ പാലക്കാട് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി നേരിട്ട് പൈസ കൊടുക്കുന്ന ചിത്രം വരെ വന്നു. പക്ഷെ അതൊന്നും കോളിളക്കോ കോലാഹലോ ഉണ്ടായി. ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിൽ കൈകോർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ കയ്യിൽ വെണ്ണ കൊടുക്കുക എന്നോ ഓടക്കൊഴൽ കൊടുക്കുക എന്നോ. ഹൈന്ദവ സമൂഹം മത്സ്യമാംസം കഴിക്കരുത് എന്ന് ഒരു ആചാര്യനും ആഹ്വാനം ചെയ്തിട്ടില്ല. പശുവുമായി ബന്ധപ്പെട്ട് അതിനൊരു സാമ്പത്തിക തലം, അതുകൊണ്ട് പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഗുരുവായൂർ പോകുന്ന ഭക്തർ മന്തി കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലെ മന്തി നേദിക്കാൻ പറ്റില്ല. ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴലേ പറ്റൂ, അല്ലാതെ കോഴിക്കാല് കൊടുക്കാൻ പറ്റില്ല. ഒരു മന്തിക്കടയാണ്, പക്ഷെ ഈ മന്തി അവർ പെരുന്നാളിന് ഉപയോഗിച്ചില്ല. ആ മന്തി അവർ കൊണ്ടു വിളമ്പിയത് ഉണ്ണിക്കണ്ണൻ്റെ മുന്നിലാണ്. സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ കടന്നാക്രമിക്കണം വീണ്ടും. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇപ്പോൾ ഗുരുവായൂരാണെങ്കിലും അല്ലെങ്കിൽ ശബരിമലയിലാണെങ്കിലും യേശുദാസിലെ പാട്ട് പാടിയത്. തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം യേശുദാസ് പാടിയോണ്ടാണോ അയ്യപ്പൻ ഉറങ്ങണത് എന്നുള്ളതാണ്. കാരണം ഈ 1900കളുടെ തുടക്കം വരെ അവിടെ ഈ ഹരിവരാസനില്ല. 1970കളിൽ ശബരിമല അയ്യപ്പൻ, സ്വാമി അയ്യപ്പൻ സിനിമ വന്നു. ആ സിനിമയിലാണ് യേശുദാസ് ഈ ഹരിവരാസനം പാടിയത്. സിനിമയ്ക്ക് വേണ്ടിയാണ് പാടിയത്. യേശുദാസിന്റെ കാസറ്റ് ഇനി മുതൽ അവിടെ ഭക്തജനങ്ങളെ നടയടയ്ക്കുമ്പോൾ കേൾപ്പിക്കാം. ഭക്തജനങ്ങളെയാണ് കേൾപ്പിക്കുന്നത്, അയ്യപ്പനെയല്ല. ഈ വിവാദത്തിലേക്ക് യേശുദാസിനെ വലിച്ചഴക്കുകയാണ്. യേശുദാസ് വിവാദത്തിന് അതീതനായി നിൽക്കേണ്ടുന്ന ഭാവഗായകനാണെന്ന് വിശ്വസിക്കുന്നു. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ക്ഷേത്രങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതിൻ്റെ ആ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ശബരിമല വിവാദങ്ങൾ. അത് ആചാരലംഘനമാണെങ്കിലും മോഷണമാണെങ്കിലും കാണിക്കുന്നത് ഇത് അവരെ ഒഴിവാക്കാൻ വൈകി പോയിരിക്കുന്നു എന്നുള്ളതാണ്. അനുമോൾ എന്ന് പറഞ്ഞ ബിഗ് ബോസ് താരം ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഷിയാസ് കരീം പറഞ്ഞു നീ BJP ആയതുകൊണ്ടാണ് കഴിക്കാതെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ വിഷയങ്ങളെ ഒരാൾ ബീഫ് കഴിക്കില്ല അല്ലെങ്കിൽ ചിക്കൻ കഴിക്കില്ല എന്ന് പറയുന്ന വിഷയങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് മാറ്റുന്ന സ്വഭാവമുള്ള ആളുകളെ കുറിച്ചിട്ട് എന്താണ്? 100 ആൾ തികച്ചില്ലാത്ത പട്ടാമ്പി മണ്ഡലം CPIക്ക് കൊടുത്തു. അതുകൊണ്ട് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി കണ്ടിട്ടേ ഇല്ല എന്ന് പറയാൻ പറ്റും. മുന്നണി മര്യാദകൾ LDFനും UDFനും NDAക്കും ഒരേപോലെ. നമസ്കാരം. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോകണം. എങ്ങനെയുണ്ട് രാഷ്ട്രീയ സാഹചര്യം BJPയുടെ? അല്ല, എനിക്ക് അതും BJPക്കാർ പറഞ്ഞതല്ലേ എൻ്റെ ശരി. അങ്ങനെ ഒരു രാഷ്ട്രീയ വിശകലനം നടത്താൻ തക്കുള്ള രാഷ്ട്രീയ പാണ്ഡിത്യമൊന്നും എനിക്കില്ല. രാഷ്ട്രീയമായ അഭിപ്രായങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതിനപ്പുറത്ത് ഏത് മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും നമുക്ക് 4-ാം തീയതി ഇതുവരെ കാത്തില്ലേ. വേവോളം കാത്താൽ 6ഓളം കാക്കാൻ നമുക്ക് 4-ാം തീയതി പറയാം. അതിനപ്പുറമൊന്നും നിരീക്ഷണങ്ങളില്ല. എന്നാലും NDA സഖ്യത്തിന് ഇത്തവണ മറ്റുള്ള ഇലക്ഷൻ ഇതുവരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയം മറ്റ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് കാണുന്നൊരു ഇലക്ഷൻ റിസൾട്ടുകൾ വരുന്നുണ്ട്. അത് രാഷ്ട്രീയ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നവർക്കാണ് അതിൻ്റെ പൾസ് അറിയുള്ളൂ. ഞാൻ രാഷ്ട്രീയ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്ന ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ആ രംഗത്ത് എനിക്ക് അത്ര സൂക്ഷ്മമായ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് തന്നെ പരിചയമില്ല. അതുകൊണ്ട് അങ്ങനെ കണക്ക് പറയാനൊന്നും അറിയില്ല. എന്തുകൊണ്ടാണ് സജീവമായി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കാറെങ്കിലും ഇപ്പോൾ BJP RSS അങ്ങനെയുള്ള സംഘപരിവാർ സംഘടനയിൽ നിൽക്കുമ്പോഴും രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തത്? അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവും താല്പര്യവും ഉണ്ടാകും. എൻ്റെ കഴിവും താല്പര്യവും രാഷ്ട്രീയത്തിന് പറ്റുന്നതല്ല. എനിക്കങ്ങനെയാണ്, ഞാൻ എന്നെപ്പറ്റി അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണോ സുഖമായി നിൽക്കാൻ സാധിക്കുക ആ രംഗത്ത് നിൽക്കുക. രാഷ്ട്രീയ രംഗം എനിക്ക് പറ്റിയതല്ല എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാണ്. ഇപ്പോൾ സമകാലികം ഇപ്പോൾ റീസെൻ്റ് ഉണ്ടായ വിഷയത്തിൽ ഇപ്പം നന്ദഗോവിന്ദ് ഭജൻസിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്
എന്നാലും അത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാനുള്ളൊരു മനോഭാവം തോന്നി എന്തുകൊണ്ട് ശരിക്കും? അല്ല, അത് ഞാൻ അത്തരം ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു ഗൗരവത്തിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളൊരു സാധാരണ ഒരു കലാപരിപാടി അല്ലെങ്കിൽ ഒരു ഭജനൊക്കെ കേൾക്കുമ്പോൾ ആ പാട്ട് വേണ്ടായിരുന്നു, ഈ പാട്ട് ആകാമായിരുന്നു, അല്ലെങ്കിൽ ആ പാട്ട് നന്നായിരുന്നു, അത്തരം ഒരു ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിലെടുത്താൽ മതി. അതിനപ്പുറമുള്ള ഗൗരവമൊന്നും അതിന് കൊടുത്തിട്ടില്ല. അത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലുതാക്കി എന്നതിനപ്പുറം ഞാനതിൽ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ആകെ ആ വിഷയത്തിൽ 2 ഫേസ്ബുക്ക് പോസ്റ്റേ ഇട്ടിട്ടുള്ളൂ. ആ 2 പോസ്റ്റും വായിച്ചാൽ എനിക്ക് എന്താണോ പറയാനുള്ളത് അത് അതിനകത്തുണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരൊരു വിശദീകരണമൊക്കെ വന്നു, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ക്ഷേത്ര കമ്മിറ്റി വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒന്നും ഞാൻ പറയാറില്ല. നാളെ എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടുന്ന തരത്തിലുള്ളതൊന്നും ഞാൻ പറയാറില്ല. അല്ല, ക്ഷേത്ര കമ്മിറ്റിയുടെ ഒക്കെ ടീച്ചറെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഇതൊന്നും കുഴപ്പമില്ല. ഇപ്പം ഞാൻ വിമർശനത്തിന് അതീതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും. സത്യം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ, അതിലേക്ക് നാളെ എത്തും. അതല്ലാതെ ഇന്ന് ആരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല. സത്യം എവിടെയാണോ ആ ഭാഗത്ത് പിന്നെ നമുക്ക് കുറേ കഴിയുമ്പോൾ തോന്നും ഇതായിരുന്നു ശരി. അപ്പം റിഗ്രറ്റ് ചെയ്യാനുള്ളതൊന്നും ഞാൻ പറയാറില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ പാണ്ഡിത്യയിൽ അല്ലെങ്കിൽ അതിനകത്ത് ശ്രദ്ധ കൊടുത്തുള്ള പറയുമ്പോഴും പാലക്കാട് മണ്ഡലത്തിലെ ഒരു ഉരുക്ക് വനിത, BJPയുടെ അല്ലെങ്കിൽ NDA സഖ്യത്തിൻ്റെ ഉരുക്ക് വനിത എന്ന് പറയുന്നത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളുണ്ടായി, പണം കൊടുത്തു എന്നുള്ള തരത്തിലുള്ള വിഷയങ്ങളുണ്ടായി. ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം ഇത്ര ശുദ്ധമായില്ലോ. ഈ 140 മണ്ഡലങ്ങൾ, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ആകെ ഒരു പാലക്കാട് ഒരാളെ പൈസ കൊടുത്തിട്ടുള്ളൂ. പൈസ കൊടുത്തുല്ലോ അത് വേറെ കാര്യം അല്ലേ. നമ്മുടെ ചർച്ചകളൊക്കെ പോയത് ഒറ്റ വഴിക്കാം. ഞാനും നിങ്ങളിവിടെ ജനിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി, തെരഞ്ഞെടുപ്പുകൾ കുറച്ചായി കാണുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് നമ്മൾ. മുമ്പൊരിക്കൽ പാലക്കാട് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി നേരിട്ട് പൈസ കൊടുക്കുന്ന ചിത്രം വരെ വന്നു. പക്ഷെ അതൊന്നും കോളിളക്കോ കോലാഹലമോ ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് പണം മറയുന്നുണ്ട് എന്നും പണം വ്യക്തികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെന്നും പണവും വാഗ്ദാനങ്ങളും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഒരു മണ്ഡലത്തിൽ മാത്രം, അത് ഒരിക്കലും അവരുമായി നേരിട്ട് ഇടപെടാതെ ഒരു നാടകം പോലെ ഉണ്ടാക്കി കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി 139 മണ്ഡലവും ശുദ്ധമായില്ലോ. അതിൽ നമുക്ക് ആനന്ദിക്കാം. മറ്റ് 139 മണ്ഡലത്തിലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ ക്രൈസ്തവ പാട്ട് പാടിയ വിഷയവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു പ്രസ്താവന ഇറക്കി. പക്ഷേ ക്രിസ്തീയ ഗാനങ്ങൾ പാടുന്നത് അത്ര വലിയ തെറ്റാണ് ശരിക്കും അമ്പലങ്ങളിൽ? കുറിക്കുന്നത് കുറിക്കല്യാണത്തിന് എന്നതെന്നില്ലേ, അതല്ലേ എൻ്റെ ഒരു ശരി. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഓണത്തിന്, ഇപ്പം എൻ്റെ ചുറ്റും ഇതര സമുദായക്കാരാണ്, ഞങ്ങളുടെ സമുദായമല്ല. ഞങ്ങൾ ഓണത്തിന് ഇവർക്ക് ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ ഇവരെ വിളിക്കും. പെരുന്നാളിന് അവർ ഞങ്ങൾക്ക് തരും. അവർ ഓണത്തിന് എന്താണ് ആഗ്രഹിക്കുന്നത്? അവർ കഴിക്കുന്ന ഭക്ഷണമാണോ ഞാൻ കൊടുക്കേണ്ടത്? അവർക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അതല്ലല്ലോ ഞാൻ കൊടുക്കേണ്ടത്. ഞാൻ എന്താണോ ഓണത്തിന് വെക്കുക, അവിയിലെ കാളൻ, അത് ഒരു വെറൈറ്റിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലേ. പെരുന്നാളിന് ഞങ്ങളെന്താ കഴിക്കുന്നത് അതല്ല അവർ ഉണ്ടാക്കുക. അവരെന്താണോ കഴിക്കണത് അതല്ലേ നമുക്ക് തരിക. അതല്ലേ അതിൻ്റെ ഒരു ശരി. മറ്റത് നമ്മൾ ചാമ തിന്ന് മടുത്തപ്പോൾ വിരുന്ന് ചെന്നപ്പോൾ വിരുന്ന് പോയെടുത്ത് ചാമ പുത്തരി എന്ന് പറയാറുണ്ട്. അവരാദ്യമായിട്ട് വിരുന്നുകാർക്ക് വേണ്ടി വെക്കുക. ഇവരിവിടെ ചാമ കഴിച്ച് മടുത്തിട്ട് വേറെന്തെങ്കിലും ഒന്ന് കഴിക്കാനാണ് വിരുന്ന് പോണത്. അപ്പം അതുപോലെ ആകരുത്. ക്രൈസ്തവ ഗാനങ്ങൾ കേൾക്കാൻ ക്രൈസ്തവ ഇതിന് ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. ഇഷ്ടംപോലെ ഹിന്ദുക്കൾ തന്നെ ചെല്ലും. ഇതേ ആളുകൾക്ക് തന്നെ അവിടെ ഭജന നടത്താം. ഒരു ക്രൈസ്തവ ഭജന നടത്താം. അവർക്ക് സംവിധാനങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു സംവിധാനം ഇല്ല, പാടാൻ പറ്റില്ല. ഞങ്ങളുടെ അമ്പലത്തിലൊന്ന് പാടിക്കോട്ടെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതല്ല, ക്രിസ്ത്യാനിക്ക് ഇന്ന സംവിധാനങ്ങളുണ്ട്, മുസ്ലിമിന് ഇന്ന് സംവിധാനങ്ങളുണ്ട്, ഹിന്ദുവും ഇന്ന് ആ കാര്യത്തിൽ സ്വയം പര്യാപ്തമാണ്. അതുകൊണ്ട് ആരാധനാലയങ്ങൾ മതേതര കേന്ദ്രങ്ങളല്ല, അവ മതസ്ഥാപനങ്ങളാണ്. അവിടെ മതവുമായി ബന്ധപ്പെട്ടത് നടക്കട്ടെ. ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിൽ കൈകോർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ കയ്യിൽ വെണ്ണ കൊടുക്കുകയെന്നോ ഓടക്കൊഴൽ കൊടുക്കുകയെന്നോ അല്ലെങ്കിൽ മറ്റേ കൃഷ്ണനെ കൊണ്ടുപോയിട്ട് വീഞ്ഞ് നേദിക്കുക എന്നുള്ളതും അല്ല. നമ്മൾ തെറ്റായ ചില സങ്കല്പങ്ങളാണ്. അത് ആരാധനാലയങ്ങൾ അതിൻ്റെ പവിത്രതയോടുകൂടി നടക്കട്ടെ. അതാണ് അതിൻ്റെ ശരി എന്ന് എനിക്ക് തോന്നുന്നു. അതല്ല എങ്കിൽ സംഗതി എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുന്നു. ഇപ്പോൾ ഈ നന്ദഗോവിന്ദ് ഭജൻസിനാണെങ്കിൽ അവർക്കൊരു റീച്ച് കിട്ടിയത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടത് ക്ഷേത്രങ്ങളിൽ പാട്ടുപാടിയും ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പിന്തുണയുള്ള രീതിയിലാണ്. പക്ഷേ അതിനവസാനം നിങ്ങൾ തിരിഞ്ഞുകുത്തി, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ തന്നെ തിരിഞ്ഞുകുത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2ാമത്തെ പോസ്റ്റിലുള്ള ഞങ്ങളുടെ കുട്ടികളാണ്. അതുപോലെ ഞങ്ങളുടെ കുട്ടികളാണ്. കാരണം ഹൈന്ദവ സമൂഹം വലിയ തോതിൽ അവരാൽ ആകർഷിക്കപ്പെട്ടവരെ മുന്നിലേക്ക് ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കുട്ടികളാണ്. നമ്മൾ ആഗ്രഹിച്ച വിധത്തിൽ ഭക്തജനങ്ങളെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ച ആളുകളാണ് അവർ, നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കുട്ടികളോട് ഈ പാട്ടല്ല നിങ്ങൾ എടുക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ആ പാട്ടാണ് എടുക്കേണ്ടിയിരുന്നത്, അങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഒരു സ്വാതന്ത്ര്യം എടുത്തതിനപ്പുറത്തേക്ക് മറ്റു ഒരു തരത്തിലും അവരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ തളർത്താനോ തകർക്കാനോ അല്ല. ഇപ്പോൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ.
ഇതുപോലെ തന്നെ ഇപ്പോൾ സമകാലികമായിട്ട് ഈ വിഷുവിൻ്റെ സമയത്ത് തന്നെ ഉണ്ടായ വിഷയമാണ്. ഇത് വിഷുവിൻ്റെ സമയത്താണ് ഉണ്ടായത്. അതേ സമയത്തുണ്ടായത് കുഴിമന്തിക്കൊപ്പം കൃഷ്ണൻ ഇരിക്കുന്ന ഫോട്ടോയൊക്കെ വരികയും കുഴിമന്തി കഴിക്കാനിരിക്കുന്നു. അതുപോലെയുള്ള ന്യൂജൻ രീതിയിൽ വരുമ്പോൾ അവർ പറയുന്നത് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു വിഭാഗം പറയുന്നു. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അല്ല, അത് അവർക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്ക് ഇത് കാരണം കാലങ്ങളായി ചില സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ വൈൻ ആരാധനയ്ക്ക് ഉപയോഗിക്കും. വേണമെങ്കിൽ ഒന്ന് ഒരു പ്രത്യേക ഒക്കേഷനിൽ ഒന്നിച്ചിരുന്നൊന്ന് മദ്യപിക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക തകർച്ചയൊന്നുമല്ല. ഒരു വീട്ടിൽ തന്നെ ഒന്നിച്ചിരുന്ന് വലിയ മദ്യപാനികളായിട്ടല്ല, ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊന്ന് മദ്യപിക്കുന്നവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. ആരാധനയ്ക്ക് വൈൻ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ആരെങ്കിലും ക്രിസ്മസിന് യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ വൈൻ കുപ്പി കൊടുത്തുകൊണ്ട് ക്രിസ്മസ് ആശംസകൾ എന്ന് പറഞ്ഞു കൊടുക്കും? ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഹിന്ദുക്കൾ മന്തി കഴിക്കുന്നില്ലേ, ഹിന്ദുക്കൾ മാംസം കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. കഴിക്കുന്നില്ല എന്ന് ആരും പറയുന്നില്ല, കഴിക്കണ്ടെന്നും ആരും പറഞ്ഞിട്ടില്ല. ഹൈന്ദവ സമൂഹം മത്സ്യമാംസം കഴിക്കരുതെന്ന് ഒരാചാര്യനും ആഹ്വാനം ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു ആഹ്വാനം നിലവിലില്ല. ആ ഭക്ഷണ സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിലുണ്ട്. പശുവുമായി ബന്ധപ്പെട്ട് അതിനൊരു സാമ്പത്തിക തലമുണ്ട്. അതുകൊണ്ട് പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിന് ഹിന്ദു സമൂഹത്തിൽ ഒരു നിലക്കുമില്ല, ആർക്കും കഴിക്കാം. പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ ഗുരുവായൂർ നേദിക്കുന്നത് പാൽപ്പായസം തന്നെയാണ്. ഗുരുവായൂർ പോകുന്ന ഭക്തർ മന്തി കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലെ മന്തി നേദിക്കാൻ പറ്റില്ല. ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴലേ പറ്റൂ, അല്ലാതെ കോഴിക്കാല് കൊടുക്കാൻ പറ്റില്ല. ഹിന്ദുക്കൾക്ക് കോഴിക്കാലാണല്ലോ ഇഷ്ടം എന്നുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ കോഴിക്കാല് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആശംസ ഇങ്ങനെ. ഇപ്പോൾ ഇതേ ടീമിൻ്റെ ഞങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പഴയത് പരിശോധിച്ച് നോക്കി. അവർ റംസാൻ ആശംസകൾ ഇട്ടിട്ടുണ്ട്. അവർ റംസാൻ ആശംസകൾ ഇട്ടിട്ടുണ്ട് എന്ത് നീറ്റായിട്ടാണ്. കാരണം ഒരു ഗിഫ്റ്റ് ബോക്സ് അതിൻ്റെ മുകളിൽ ചന്ദ്രക്കലയും നക്ഷത്രവും വളരെ ഭംഗിയായിട്ട് റംസാൻ ആശംസകൾ. എന്തേ അവർ പോത്ത് കഴിക്കണവരാ, അവർ മാംസങ്ങളൊക്കെ കഴിക്കണവരാ. എന്തേ മാംസം വെക്കാഞ്ഞ്, എന്തേ മന്തി വിളമ്പിയിട്ട് പെരുന്നാൾ ആശംസകൾ വെക്കാഞ്ഞത്? റംസാനിൽ തന്നെ പെരുന്നാൾ സമയത്ത് മറ്റേ നോമ്പ് സമയത്ത് ഒരു ആശംസകൾ വെച്ചിട്ടുണ്ട്. എങ്ങനെ വെച്ചേക്കണേ? ഒരു ജ്യൂസ്, നല്ല ഭംഗിയുള്ള കുപ്പിയിൽ ജ്യൂസ് വെച്ചിരിക്കുന്നു, ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നു, ഈദുൽ ഫിത്തർ ആശംസകൾ. അതൊക്കെ വളരെ ഡീസൻ്റായിട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾ മുഴുവൻ ജ്യൂസ് മാത്രം കഴിക്കുന്നവരും പഴം മാത്രം കഴിക്കുന്നവരല്ല. അവർ മന്തിക്കടയാണ്. പക്ഷേ ഈ മന്തി അവർ പെരുന്നാളിന് ഉപയോഗിച്ചില്ല. ആ മന്തി അവർ കൊണ്ട് വിളമ്പിയത് ഉണ്ണിക്കണ്ണൻ്റെ മുന്നിലാണ്. അപ്പോൾ അത് അത്ര നിഷ്കളങ്കമാണ് എന്ന് പറഞ്ഞുകൂടാ. ഇന്നതിന് ഇന്നത് എന്നുണ്ട്. നമ്മൾ പെരുന്നാൾ ആശംസ അതിനൊരു ചില ബിംബങ്ങൾ പെടുത്തും നമ്മൾ, അല്ലേ? മറ്റേ വിഷു ആശംസ കണിക്കൊന്നയുണ്ട്, കണിവെള്ളരിയുണ്ട്. ഇനി കൃഷ്ണനെ ഒഴിവാക്കാം, അതേതരം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൃഷ്ണനെ ഒഴിവാക്കിക്കോട്ടെ. ഒഴിവാക്കിയാലും കണിക്കൊന്നയും കണിവെള്ളരിയും അങ്ങനെ വിഷുവിൻ്റെ ചില പ്രതീകങ്ങളുണ്ട്, ക്രിസ്മസിൻ്റെ ചില പ്രതീകങ്ങളുണ്ട്. അത് സ്റ്റാറാണ്, അത് ഗിഫ്റ്റ് ബോക്സാണ്, അത് മാർപ്പാപ്പയാണ്. ഓണത്തിന് ചില പ്രതീകങ്ങളുണ്ട്. അതൊരു പക്ഷേ തെറ്റായിട്ടാണെങ്കിലും കോമാളിയായ മാവേലിയുണ്ട് അതിന്, അല്ലെങ്കിൽ അത് ചില പൂക്കളമുണ്ട്, തൃക്കാക്കരയപ്പനുണ്ട്. അതല്ലേ അതിൻ്റെ ശരി. അതിനപ്പുറത്തേക്ക് കിടക്കുമ്പോൾ നിഷ്കളങ്കമല്ല, ആകസ്മികമല്ല, ആസൂത്രിതമാണ്. ഇപ്പോൾ ഇനി മറ്റൊരു വിഷയം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഈ നന്ദഗോവിന്ദ് ഭജൻസിൻ്റെ വിഷയം പറഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ കടന്നാക്രമിക്കണം വീണ്ടും. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇപ്പോൾ ഗുരുവായൂരാണെങ്കിലും അല്ലെങ്കിൽ ശബരിമലയിലാണെങ്കിലും യേശുദാസല്ലേ പാട്ട് പാടിയത്, അതിന് പ്രശ്നമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ അവർ ബുദ്ധിമുട്ടിക്കുന്നത് യേശുദാസിനെ കൂടിയാണ് ഇവർ ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉത്തരം പറഞ്ഞാലേ പറ്റും. ആ ഉത്തരങ്ങൾ ഒരു പക്ഷേ സമാജം ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളാവില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് പറയാതിരിക്കുക എന്നതാണ് എൻ്റെ ഒരു ഭംഗി. പക്ഷെ ഇങ്ങനെ വിഷയങ്ങൾ കുത്തിയിളക്കി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ യേശുദാസ് പാടിയത് കൊണ്ടാണ് തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, യേശുദാസ് പാടിയതുകൊണ്ടാണോ അയ്യപ്പൻ ഉറങ്ങണത് എന്നുള്ളതാണ്. കാരണം ഈ 1900കളുടെ തുടക്കം വരെ അവിടെ ഈ ഹരിവരാസനില്ല. ഹരിവരാസനം അവിടെ കുടില് കെട്ടി ഒരു ഗോപാലമേനോൻ എന്ന് പറഞ്ഞ ഒരാൾ വീടിൽ നിന്നൊക്കെ വിട്ട് ശബരിമലയിൽ കുടില് കെട്ടി മേൽശാന്തിക്ക് തുണക്കി അങ്ങനെ പോയി അവിടെ ഇരുന്നു. അദ്ദേഹമാണ് ഇത് തേടിപ്പിടിച്ച്, അദ്ദേഹം രചിച്ചതല്ല, രചിച്ച ആളുകളെ പറ്റി തർക്കമുണ്ട്, രണ്ടുപേരുടെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. രചിച്ചത് ആരോ ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം അത് അയ്യപ്പൻ്റെ മുന്നിൽ നിന്ന് ചൊല്ലും, നട അടയ്ക്കുന്ന നേരത്ത് ചൊല്ലും. ഇത് മേൽശാന്തിയായിട്ട് അതിനുശേഷം ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ ഈ കുടില് കെട്ടി പാർത്തിരുന്ന ഇദ്ദേഹത്തെ അവിടുന്ന് ഒഴിപ്പിച്ചു. ആ ഒഴിപ്പിച്ച അദ്ദേഹം പിന്നെ എവിടെ പോയി, വണ്ടിപ്പെരിയാർ എവിടെ പോയി മരിച്ചു, അനാഥനായിട്ട് മരിച്ചു അദ്ദേഹം. അത് അറിഞ്ഞപ്പോൾ ഈ മേൽശാന്തിക്ക് കൂട്ടായിട്ടാണ് ഇദ്ദേഹം അവിടെ കുടില് കെട്ടി പാർത്തിരുന്നത്. അപ്പോൾ ഈ മേൽശാന്തി ആ വിഷമം കൊണ്ട് ഇദ്ദേഹം ചൊല്ലിയിരുന്ന ഈ ഹരിവരാസനം നടയടയ്ക്കുമ്പോൾ അദ്ദേഹം ചൊല്ലൽ ശീലാക്കി. നടയടയ്ക്കുമ്പോൾ ഹരിവരാസനം പാടി നടയടയ്ക്കും. അങ്ങനെയാണത്. 1970കളിൽ ശബരിമല സ്വാമി അയ്യപ്പൻ സിനിമ വന്നു. ആ സിനിമയിലാണ് യേശുദാസ് ഈ ഹരിവരാസനം പാടിയത്. സിനിമയ്ക്ക് വേണ്ടിയാണ് പാടിയത്. ആ സിനിമ വൻ വിജയമായി. ആ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി നടത്തിയ യോഗത്തിൽ വെച്ചാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിക്കുകയാണ് യേശുദാസിൻ്റെ കാസറ്റ് ഇനി മുതൽ
അവിടെ ഭക്തജനങ്ങളെ നടയടയ്ക്കുമ്പോൾ കേൾപ്പിക്കാം. ഭക്തജനങ്ങളെയാണ് കേൾപ്പിക്കണത്, അയ്യപ്പനെയല്ല. അയ്യപ്പന് വേണ്ടി മേൽശാന്തി അവിടെ ചൊല്ലുന്നുണ്ട്. അയ്യപ്പന് വേണ്ടി ബാക്കി എല്ലാ കർമ്മവും ചെയ്യുന്നത് മേൽശാന്തിയല്ലേ. ഇനിയിപ്പോൾ അയ്യപ്പന് ഇത് കേട്ട് വെച്ചൊരു കുഴപ്പമില്ല, പക്ഷെ ഇത് വിവാദമാക്കരുതായിരുന്നു ഇത്തരം ഒരു കാര്യവും. കാരണം ഹൈന്ദവ സമൂഹം ഇത്രയും ഹൃദയവിശാലതയോടുകൂടി ചെയ്ത ഒരു കാര്യം. കാരണം മതത്തിന് യേശുദാസ് ഭക്തനാ, നല്ലൊരു ഭക്തൻ. ഇനി ഭക്തനല്ലെങ്കിലും ശബ്ദത്തിനൊന്നും മതഭേദമില്ല നമുക്ക്. ഇപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് മതം മാറിപ്പോയ AR റഹ്മാൻ അതും മനോഹരമാണെങ്കിൽ ആ കാസറ്റ് ഇടുന്നതുകൊണ്ട് നമുക്കാർക്കും ഒരു കുഴപ്പമില്ല. ആ കാസറ്റ് പാടിയത് നന്നായിട്ടുണ്ടെങ്കിൽ അതിനൊരു ഭക്തി ഒരു അന്തരീക്ഷം അതിനുണ്ടെങ്കിൽ AR റഹ്മാൻ്റെ പാട്ട് പാടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഇവർ അപമാനിക്കുന്നത് നമ്മളെയല്ല, യേശുദാസിനെയാണ്. കാരണം ഈ വിവാദത്തിലേക്ക് യേശുദാസിനെ വലിച്ചഴക്കുകയാണ്. യേശുദാസ് വിവാദത്തിന് അതീതനായി നിൽക്കേണ്ടുന്ന ഭാവഗായകനാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ. അപ്പോൾ പക്ഷേ ഇതിൽ ചോദിക്കുമ്പോൾ വിശദീകരണം തരണ്ടേ? വിശദീകരണം തരാതെ പറ്റില്ല. ആ വിശദീകരണം യേശുദാസിന് അത്ര സുഖമുള്ളതാവില്ല. അപ്പോൾ പിന്നെ ഹിന്ദുക്കളുടെ സങ്കുചിതത്വം എന്നൊക്കെ പറയുന്നത്, സങ്കുചിതത്വം ഇല്ലാത്തതുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ ആ തീരുമാനത്തെ ആരും എതിർത്തില്ല. കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരുമായും കൂടിയാലോചിക്കാതെ തന്നെ ഇഷ്ടപ്രകാരമാണ് തീരുമാനിച്ചത്. അത് ഹൈന്ദവ സമൂഹം നെഞ്ചേറ്റി, ആയിക്കോട്ടെ, ഭക്തജനങ്ങൾക്ക്. അങ്ങനെ അദ്ദേഹം ശ്രുതി മധുരമായിട്ടാണ് പാടുന്നത്. പിന്നീട് അദ്ദേഹം ക്ഷേത്രത്തിന് വേണ്ടി വേറെ പാടിക്കൊടുത്തു. ഈ മറ്റേ പിന്നണി ചലച്ചിത്ര പിന്നണി ഗാനമല്ലാതെ പിന്നീട് വേറെ പാടി കാസറ്റ് ആക്കി കൊടുത്തു. അത് ഭക്തജനങ്ങളെ കേൾപ്പിക്കാനാണ് ഇടുന്നത്. അയ്യപ്പൻ ഇപ്പോഴും ആചാരപരമായി അവിടുത്തെ മേൽശാന്തി അത് ചൊല്ലുന്നുണ്ട് നടയടയ്ക്കുമ്പോൾ. അങ്ങനെ തന്നെയാണ് ഇറങ്ങിപ്പോരുന്നത്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ആചാരമൊന്നുമല്ല. പക്ഷേ ഏത് നല്ലതും പിന്നീട് തുടർന്ന് പോകാൻ സാധ്യതയുള്ളൊരു ധർമ്മമാണ് സനാതന ധർമ്മം എന്നതുകൊണ്ട് അതെങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിലാരും മറ്റൊരു തലത്തിലേക്ക് അത് കൊണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വിഷയം ഇവിടെ ശബരിമല പറഞ്ഞുകൊണ്ടിരുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടക്കം എടുത്തുകൊണ്ടുപോയ വിഷയങ്ങൾ കേരളത്തിലുണ്ടായി. ഒരിക്കലും ഹൈന്ദവ സംഘടനകൾക്കോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾക്കോ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടായി. അതുപോലെ ഒരു സർക്കാരാണ് കേരളത്തിൽ തുടർച്ചയായി 2 വർഷം ഭരിച്ചിട്ടുള്ളത്, 2 ടേമായിട്ട് 10 വർഷം ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താ തോന്നുന്നത്? ഹൈന്ദവ സമൂഹത്തിൻ്റെ ചില ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കാരണം അവനവൻ്റെ മുതൽ സൂക്ഷിക്കാൻ അറിയണം, അതിവിടെ അറിഞ്ഞില്ല. സങ്കുചിതമായ ചില രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോയി ഹൈന്ദവ സമൂഹം. ഇവിടുത്തെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അവരുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ അറിയാം. ഒരു രാഷ്ട്രീയക്കാരനും അതിൽ കൈയിട്ട് വരില്ല. അതിൽ നിന്നൊരു തരത്തിൽ അവർക്ക് നേരെ മറിച്ച് ഇവിടെ നമ്മുടെ പരിപാവന, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹരിവരാസനം പോലെ എന്ത് തീരുമാനം എടുക്കുന്നതും രാഷ്ട്രീയത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതാണ് ആചാര ലംഘനത്തിന് വരെ. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭക്തനായിരുന്നു എന്ന് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ കിടന്ന പപ്പൻ അന്ന് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭക്തനാണ്, എൻ്റെ മറ്റേ വല്യമ്മച്ചിയാണ് ഹരിവരാസനം എഴുതിയെന്നൊക്കെ അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പോലും സർക്കാരിൻ്റെയോ CPMൻ്റെയോ തീരുമാനത്തിന് മറികടക്കാൻ സാധിച്ചില്ല അന്ന് ആചാര ലംഘനം നടത്താൻ. അപ്പോൾ ഇതൊക്കെ ഹൈന്ദവ സമൂഹം കണ്ടുപഠിക്കേണ്ടതാണ്. ക്ഷേത്രങ്ങൾ, രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ക്ഷേത്രങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതിൻ്റെ ആ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ശബരിമല വിവാദങ്ങൾ. അത് ആചാര ലംഘനമാണെങ്കിലും മോഷണമാണെങ്കിലും കാണിക്കുന്നത് ഇത് അവരെ ഒഴിവാക്കാൻ വൈകി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലാണെങ്കിൽ പോലും NDA BJP ശക്തമായിട്ടുള്ളൊരു പോരാട്ടം ഒന്നുമില്ല. കാരണം കോന്നി മണ്ഡലത്തിലൊക്കെ 2020 സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ നമുക്ക് പറയുവയ്ക്കൂ, ശക്തമായ എന്ന് പറയാം, മത്സരിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇപ്പോൾ ഇത് പട്ടാമ്പി മണ്ഡലമാണ്. ഞങ്ങൾ ഈ പട്ടാമ്പി മണ്ഡലം കാലങ്ങളായി ഇടതുപക്ഷം CPIക്കാണ് കൊടുക്കണം. EP ഗോപാലൻ തൊട്ട് മത്സരിച്ച് ജയിച്ചു വരുന്നത്, ഇവിടെ ജയിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു 100 വീട്ടുകാർ CPIയുടെ വിശ്വാസികളില്ല. 100 വീട്ടുകാരില്ല. CPMനാണ് ഇടതുപക്ഷത്തിൽ ഇവിടെ ഭൂരിപക്ഷം. ഇവിടുത്തെ പഞ്ചായത്തുകൾ പലതും ഭരിക്കുന്നത് അവരാണ്, CPM ആണ്. എന്തിനാണ് CPM CPIക്ക് ഈ മണ്ഡലം കൊടുക്കുന്നത്? ഭൂരിപക്ഷം CPIക്കാണെന്ന് വിചാരിച്ചിട്ടാണ്? അല്ലല്ലോ, അതൊരു മുന്നണി മര്യാദയാണ്. അതുകൊണ്ട് CPM ഗൗരവത്തിലെടുക്കുന്നില്ലേ ഈ തെരഞ്ഞെടുപ്പിനെ എന്ന് പറയൂ? 100 ആൾ തികച്ചില്ലാത്ത പട്ടാമ്പി മണ്ഡലം CPIക്ക് കൊടുത്തു. അതുകൊണ്ട് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി കണ്ടിട്ടേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? മുന്നണി മര്യാദകൾ LDFനും UDFനും NDAക്കും ഒരേപോലെയാണ്. പക്ഷേ NDA സ്ഥാനാർത്ഥി അവിടെ പറഞ്ഞത്, 2020 സ്ഥാനാർത്ഥി പറഞ്ഞ് ശബരിമല ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ്. അല്ല, അതൊക്കെ വ്യക്തിപരമായ അവരുടെ കാര്യങ്ങൾ, അവരുടെ സംഘടനാപര കാര്യങ്ങൾ. ഞങ്ങൾക്ക് ശബരിമല ഒരു വിഷയം തന്നെയാണ്, അവിടുത്തെ ഭക്തർക്ക് ശബരിമല ഒരു വിഷയം തന്നെയാണ്. ആ വിഷയം അസംബ്ലിയിൽ തന്നെ പരിഹരിക്കാനും ശാശ്വതമായി പരിഹരിക്കാനും സാധിക്കും. ഇപ്പോൾ ഇനി മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി അഖിൽമാരാർ പറഞ്ഞൊരു പ്രസവത്തെക്കുറിച്ചിട്ട് പറഞ്ഞൊരു വിഷയമാണ്. പ്രസവത്തെ ഭയങ്കര ലഘൂകരിച്ച ഒരു വിഷയത്തെ ആശുപത്രികൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നുള്ള രീതിയിൽ ആ വിഷയത്തിൽ ഭയങ്കരമായിട്ടുള്ള അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായി. എന്താണ് അതിനകത്ത്? ഇതൊക്കെ സമാജത്തിൽ നടക്കുന്ന ചർച്ചയല്ലേ? എന്ത് പറഞ്ഞു എന്നല്ല, ആര് പറഞ്ഞു എന്നാണ് ഇവിടെ വിഷയം. പ്രസവത്തെ സംബന്ധിച്ച് ഇത്തരം ചർച്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രസവം ഒരു രോഗമല്ല എന്ന് പറയുന്നത് ഗൈനക്കോളജിസ്റ്റുകളാണ്.
പ്രസവം ഒരു രോഗമല്ല. നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകമായി ആചരിക്കുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യണ്ട. മുത്തശ്ശിമാർ പറയും നമ്മൾ 10 പ്രസവിച്ചതാണ്, 12 പ്രസവിച്ചതാണ്. ഇതൊക്കെ നാട്ടിലൊരു ടോക്കൺ. ഇതൊക്കെ ഇത്ര വലിയൊരു ഗൗരവ വിഷയമായിട്ടോ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടോ എടുക്കണോ? പ്രസവം ലഘുവായി നടത്തുന്ന സ്ത്രീകൾ ഉണ്ടാവാം. ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രസവിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകാം. ഇപ്പം എൻ്റെ അമ്മായിമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ 12 പ്രസവിച്ച ആളാണ് അമ്മായിമ്മ. അമ്മായിമ്മ പറയാറുണ്ട് അവർ മറ്റേ ഈ മറ്റേ ജന്മി പാട്ടം വരുന്ന വീട്ടിലത്തെയാണ്. പാട്ടം അളന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസവവേദന വന്നു. ഞാൻ പറ വേറൊരാളുടെ കൊടുത്തു. ഞാൻ പോയി ഇതേമാതിരി അകത്ത് പോയി ആളെ വിളിച്ച് പ്രസവിച്ചു. പിറ്റത്തെ ദിവസം വീണ്ടും ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയാവേണ്ടി വന്നു. ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യാൻ പറ്റും. അതേസമയം കോംപ്ലിക്കേറ്റഡ് ആയ ആളുകളും അതിൻ്റെ കൂടെ പ്രസവത്തിൽ മരിച്ചുപോയ ആളുകളുണ്ടാവും. അവർ പറയുന്ന അവരുടെ അനുഭവം. എനിക്ക് പ്രസവവേദന വന്നാൽ പെട്ടെന്ന് പ്രസവം നടക്കുന്നു. അത് അവരുടെ അനുഭവം പറയുന്നു. പ്രസവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ആളുകളുണ്ടാവും. ഇതൊന്നും ജനറലൈസ് ചെയ്തേണ്ട വിഷയമല്ല. നമുക്ക് എന്താ വെച്ചാൽ യഥാർത്ഥ വിഷയത്തിലേക്ക് ചർച്ചകൾ പോകാതിരിക്കാൻ ചില പ്രത്യേക വിഷയം എടുത്ത് നമ്മൾ മുന്നിലിട്ട് ഇങ്ങനെ ഒരു മറയുണ്ടാക്കി വെക്കും. അത്രയേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പുറകെ ഇങ്ങനെ തൂങ്ങിപ്പോകുന്ന ഒരു സംസ്കാരം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അഖിൽമാരാർ പറഞ്ഞത് അഖിൽമാരാരുടെ അഭിപ്രായമായിട്ട് വിടുക. അതിനപ്പുറം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അവരുടെ പ്രസവാനുഭവങ്ങൾ അവർ പറയട്ടെ. ഇത് പൊതുവേ സമാജം പറയണ ഒന്നാണ്. ഇന്നലെകളിൽ ഇത് ഇത്രയും പ്രശ്നമായിരുന്നില്ല എന്നുള്ളത് പൊതുവെ എല്ലാവരും പറയുന്നൊരു വിഷയം. അത് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അതിൻ്റെ അനുസരിച്ച് അദ്ദേഹം പ്രസവവേദന അറിഞ്ഞിട്ടുണ്ടോന്നോ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്നുമല്ലല്ലോ അതിൻ്റെ കാര്യം. ഒരു പ്രസവത്തിൻ്റെ വേദന അടുത്ത ആ കുട്ടിയുടെ മുഖം കാണുന്ന വരെയുള്ളൂ എന്നാണ് അല്ലേ? പ്രസൂതി വിരഹം എന്ന് വെച്ചാൽ ഇനി പ്രസവിക്കില്ല എന്ന് അപ്പം തീരുമാനിക്കത്രേ. ഒരു പ്രസവം കഴിഞ്ഞാൽ ഇനി ഞാൻ ഈ പണിക്കില്ല എന്ന്. പക്ഷെ കുട്ടിയുടെ മുഖം കാണുന്നതോടുകൂടി ആ വേദന മറന്നു. അടുത്തവർ വീണ്ടും പ്രസവിക്കും. ഇത് അത്രയേ ഉള്ളൂ. അതൊക്കെ സ്ത്രീകൾ അവർ കൈകാര്യം ചെയ്യട്ടെ. ഇതൊന്നും സമാജം ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട. ഇവിടെ ഇഷ്യൂ എന്താ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തായിരുന്നു? ഇവിടെ ഇപ്പോഴും വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ട്. അഖിൽമാരാരുടെ ചോരയ്ക്ക് പാഞ്ഞവരെന്ത് ഇത് ചർച്ചയാക്കാത്തത്? മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ പ്രസവം നടക്കുന്നത്. അതിൻ്റെ പേരിൽ മരണം നടക്കുന്നു. കുട്ടികൾ മരിച്ചു പോകുന്നു. ഇവിടെ പിന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ആശാ വർക്കർമാരുണ്ട്, വാർഡ് മെമ്പർമാരുണ്ട്. ഒന്നിനും ഒരു കമ്മിയില്ല. പിന്നെ എങ്ങനെയാണ് വീടുകളിൽ പ്രസവം നടക്കുന്നത്? ഇപ്പം എൻ്റെ മരുമക്കൊക്കെ ഗർഭം ഉണ്ടാന്ന് പറഞ്ഞാൽ അവർ വരുന്നു. എത്ര മാസമായി, എന്താ ചെയ്യണേ? ഇതേമാതിരി എല്ലാ വീട്ടിലും ചെല്ലുണ്ടാവില്ലേ? ശശികല ടീച്ചറുടെ വീട്ടിലെ മാറ്റിലേക്ക് മാത്രമായിട്ട് ആശാ വർക്കർ വരില്ലല്ലോ. എല്ലാ വീട്ടിലും പോവില്ലേ? ആ ആശാ വർക്കർ അറിയിച്ചില്ലേ ഇവർ പ്രസവത്തിന് ആസ്പത്രിയിൽ പോകുന്നില്ല എന്നുള്ളത്? ഇവർ ആസ്പത്രിയിൽ പരിശോധിക്കുന്നില്ല എന്നുള്ളത്? അഖിൽമാരാരുടെ പുറകെ പോകാതെ ഇത് പൂട്ടിക്കെട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോഴും വീടുകളിൽ പ്രസവം നടക്കുന്നു. അക്യൂപങ്ചർ എന്നോ എന്തൊക്കെയോ പേര് പറഞ്ഞുകൊണ്ട് പ്രാകൃതമായ പല കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഇപ്പോഴും വീട്ടിൽ പ്രസവം നടക്കുന്നു. അത് ചർച്ച ചെയ്യട്ടെ. ഇപ്പോൾ അതുപോലെ തന്നെ റീസെൻ്റ്ലി ഉണ്ടായ ഒരു വിഷയമാണ്. ഇപ്പോൾ അനുമോൾ എന്ന് പറഞ്ഞ ബിഗ് ബോസ് താരം ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഷിയാസ് കരീം പറഞ്ഞു നീ BJP ആയതുകൊണ്ടാണ് കഴിക്കാതെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ വിഷയങ്ങൾ ഒരാൾ ബീഫ് കഴിക്കില്ല അല്ലെങ്കിൽ ചിക്കൻ കഴിക്കില്ല എന്ന് പറയുന്ന വിഷയങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് മാറ്റുന്ന സ്വഭാവമുള്ള ആളുകളെ കുറിച്ചിട്ട് എന്താണ്? കേരളത്തിൽ പേരെടുക്കാൻ എളുപ്പമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഒന്ന് പ്രശസ്തനാവണമെങ്കിൽ എളുപ്പം ഇതാണ്. ഹൈന്ദവ സമൂഹത്തിൻ്റെ മണ്ടയ്ക്കൊന്ന് കയറുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അത് അദ്ദേഹം സമർത്ഥമായി ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നില്ല. ഇപ്പോൾ പേരെടുക്കാൻ വേറെ വിഷയം കിട്ടിയിട്ടുണ്ട്. ഇന്നെന്തോ നല്ലൊരു കേസ് വന്നിട്ടുണ്ട്, പേരും പ്രശസ്തിയായി. അപ്പോൾ മറ്റേത് വെറുതെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നണത്. അതിപ്പോൾ പോയി ബീഫുമ്മ കയറി പിടിക്കേണ്ടിയിരുന്നില്ല. അതിലും വാർത്താ പ്രാധാന്യമുള്ളൊരു വിഷയത്തിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് പെട്ടിട്ടുണ്ട്. വിഡ്ഢിത്തായി.